നീയോ? നീ ശരിക്കും കാർഡിയക് സർജൻ ആണോ? രാധിക മാഡത്തിന് എങ്ങനെയാണോ ഈ ആഭാസനുമായിട്ട് പരിചയം? ഡോക്ടർ, ഞങ്ങളെല്ലാം ട്രീറ്റ്മെന്റിന് വേണ്ടി റെഡിയാണ്. പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തോളൂ. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. നീ എങ്ങോട്ടായി പോകുന്നേ? നിങ്ങൾ എന്ത് തോന്നിവാസമാണ് പറയുന്നത്? നീ എന്റെ കൂട്ടുകാരിയെ തൊടുക പോലും ചെയ്യരുത്. ഇതുപോലുള്ള വൃത്തികെട്ടന്മാരൊക്കെ ആരാ ഡോക്ടറാക്കിയേ? മാഡം, പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഇവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ച് കൂട്ടുകാരിക്ക് എന്തെങ്കിലും പറ്റിയാലേ ഈ ഹോസ്പിറ്റലിൽ ഞാൻ തലകീഴായിട്ട് മറിക്കും. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. മര്യാദയ്ക്ക് ഈ സർജനെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവളുടെ സർജറി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക് മാം, ഡോക്ടർ വ്യോം ഈ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് സർജനാണ്. ബെസ്റ്റ്? ഇവൻ എത്ര ബെസ്റ്റാന്നേ ഞാൻ ബസ്സിൽ വെച്ച് തന്നെ കണ്ടതാ. എന്റെ കൂട്ടുകാരിയെ തൊടാൻ ഒരു കാരണം ഉണ്ടാക്കുമായിരുന്നു. രാധിക ധനരാജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്റെ കൂട്ടുകാരി അവരുമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവായിരുന്നു. എനിക്കറിയില്ല ഇവൻ അവരോട് എന്ത് പറഞ്ഞാ കബളിപ്പിച്ചേക്കെന്ന്. അവര് പറയാ ഇയാള് ബെസ്റ്റ് സർജൻ ആണെന്നൊക്കെ. ശരിക്കും ഇയാൾ ആരാ? ആദ്യം എന്റെ ഫ്രണ്ടിനെ ബസ്സിൽ വെച്ച് ഹരാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവളുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞ് അഭിനയിക്കാം. ഡോക്ടർ, നിങ്ങൾ ബസ്സിലുണ്ടായിട്ടാണോ പേഷ്യന്റ് അവസ്ഥ ഇത്ര മോശമാണ്? പാവം പോലെ ഇരിക്കുന്ന ഈ ഡോക്ടർ എങ്ങനെയാ ഇത്രയും വൃത്തികെട്ടവനായത്? ഒരാളുടെ മോൻ കണ്ടാ മനസ്സിലാവില്ലല്ലോ അയാൾ എങ്ങനെയുള്ളവനാണെന്ന്. എന്റെ മോളുടെ ചികിത്സ ഇയാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ മിണ്ടാതിരിക്കെ. നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അതിന് മുളക് കലക്കി വെള്ളത്തിൽ വേണം നിന്നെയൊക്കെ മുക്കാൻ. നീ എന്റെ കൂട്ടുകാരിയെ ശല്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിലേ അവൾക്കിപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരി ഞാൻ ബസ്സിൽ ശല്യപ്പെടുത്തുന്നതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? ഞാൻ തന്നെയാ സാക്ഷി. ഞാൻ കണ്ടതാ നീ എന്റെ കൂട്ടുകാരിയോട് മോശമായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ അവസ്ഥ വന്നത്. അമ്മ വിഷമിക്കണ്ട, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബേബി വളരെ ഹെൽത്തി ആണെന്ന്. നന്നായി. ഹോസ്പിറ്റലിൽ വന്ന സ്ഥിതിക്ക് വ്യോമിനെ കൂടി കണ്ടേക്കാം. ശരി അമ്മേ. ഇയാളൊരു വൃത്തികെട്ടവനാ. സ്വന്തം പേഷ്യന്റിനെ നോക്കാനെന്ന വ്യാജേന അവരെ തെറ്റായ രീതിയിൽ തൊടുന്നത് അയാളുടെ പ്രധാന പണി. പേഷ്യന്റിനെ ബോധം കെടുത്തിട്ട് അവരോടൊക്കെ എന്താ ചെയ്യുന്നെന്ന് ദൈവത്തിനറിയാം. ഇങ്ങനെയുള്ളവരെ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാണ് വേണ്ടത്. ഇവനൊന്നും സൊസൈറ്റിയിൽ ജീവിക്കാൻ അവകാശമില്ല. ഇയാളുടെ കള്ളത്തരം പൊളിക്കണം. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ നിനക്ക് അറിയാവുന്നതല്ലേ? ഇയാളൊരു പാപിയാണ്. ഇവനൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. പുറമേ കാണാൻ മാന്യൻ, പക്ഷെ ഉള്ളിൽ വൃത്തികെട്ടവൻ. ഇവനൊക്കെ പുറത്തിറങ്ങാതെ ജയിലിൽ കിടന്ന് അറിയിക്കണം. ആ ശരിയാ ശരിയാ. എന്താ ഇവിടെ? തന്നെയൊക്കെ ഉണ്ടല്ലോ. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.